നമസ്കാരം. ദൈവത്തിൻ്റെ ആത്മകഥ, ആക്ട്രസ് ലെനയുടെ ബുക്ക് വായിച്ചു കേട്ടോ. അപ്പം അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. വളരെ നല്ല ഒരു ബുക്കാണ്. പക്ഷെ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ചില ഭാഗങ്ങളിലൊക്കെ അല്പം കട്ടിയായി പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതായത് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ലളിതമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നതിലൊരു പരാജയം വന്നോ എന്നൊരു സംശയം ചില ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻലൈറ്റൻമെൻറ്റ്, ആത്മസാക്ഷാത്കാരം. ലെന തനിക്ക് സംഭവിച്ച ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചും അതിലേക്കുള്ള തൻ്റെ യാത്രയെക്കുറിച്ചുമൊക്കെ ഭംഗിയായിട്ട് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പം ആത്മസാക്ഷാത്കാരം തേടിയുള്ള യാത്രികർക്ക് സഹായമായി തീരണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഈ ബുക്ക് എഴുതിയതെന്നാണ് അവർ പറയുന്നത്. ഇംഗ്ലീഷിലാണ് എഴുതിയത്, മലയാളത്തിലേക്കുള്ള തർജ്ജമയാണ് ഞാൻ വായിച്ചത്. എന്നെ പറയുന്നത് ഇത് ഏജ് ഓഫ് സ്പോണ്ടേനിയസ് എൻലൈറ്റൻമെൻറ്റിൻ്റെ കാലഘട്ടമാണ്. ആളുകൾ വളരെ നൈസർഗികമായി, വളരെ സാധാരണമായി, വളരെ ലളിതമായി എൻലൈറ്റൻമെൻറ്റ്, ബോധോദയത്തിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ പ്രപഞ്ചം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ കഴിഞ്ഞ 20 വർഷ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത്, കഴിഞ്ഞു പോയ 20 വർഷ കാലഘട്ടം ഏജ് ഓഫ് ഇൻഫർമേഷൻ്റെ കാലഘട്ടമായിരുന്നു. ഇൻ്റർനെറ്റിൻ്റെ വ്യാപനത്തോടു കൂടി വളരെ വ്യാപകമായി ആത്മീയ ജ്ഞാന ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പണ്ടത്തെ പോലെയല്ല. ഒരു സ്പിരിച്വൽ നോളജ് വേണമെങ്കിൽ ധാരാളം യാത്രകൾ ചെയ്ത് ഒരു ജ്ഞാനിയുടെ സവിധത്തിലെത്തി അതിൻ്റേതായ എല്ലാ മര്യാദകളും പാലിച്ചും നമ്മൾ ധാരാളം മെനക്കെട്ടിട്ടാണ് നമുക്ക് ഈ നോളജ്, ആ പ്യുവറായിട്ടുള്ള സ്പിരിച്വൽ നോളജ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഏജ് ഓഫ് ഇൻഫർമേഷൻ വന്നതോടുകൂടി, ഇൻ്റർനെറ്റിൻ്റെ വ്യാപനത്തോടു കൂടി യൂട്യൂബ് തന്നെ ഒരു യൂണിവേഴ്സിറ്റിയായി മാറിയിരിക്കുകയല്ലേ. അപ്പോൾ ആ കാലഘട്ടവും കഴിഞ്ഞു. കഴിഞ്ഞ 20 വർഷ കാലഘട്ടം ഏജ് ഓഫ് ഇൻഫർമേഷൻ, അതിനു മുമ്പുള്ള 20 വർഷ കാലഘട്ടം ഇൻഡസ്ട്രി റവല്യൂഷൻ്റെ കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വന്നത്, അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മുഴുവൻ പ്രപഞ്ചത്തിനും ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അപ്ഡേഷനിലൂടെ കടന്നുപോയി ഇപ്പോൾ സ്പോണ്ടേനിയസ് എൻലൈറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിലേക്ക് നാം വന്നു. എൻലൈറ്റൻമെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉള്ള ഒരു കാഴ്ചപ്പാട് വളരെ അസാധാരണമായ, അമാനുഷികമായ ഒരവസ്ഥയായിട്ടാണ്. നമ്മൾ അങ്ങനെയാണ് ഈ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ബീങ്സിനെ എല്ലാം കണ്ടിട്ടുള്ളതും ആരാധിച്ചിട്ടുള്ളതും. അപ്പോൾ അത് ആ കാലഘട്ടമൊക്കെ പോയി ഇനി വളരെ സുലഭമായി ധാരാളം ആളുകളിലേക്ക് ഈ ബോധോദയത്തിൻ്റെ പ്രകാശം, അല്ലെങ്കിൽ ബോധോദയം സംഭവിക്കുന്ന ഒരു അവസ്ഥാവിശേഷമായിരിക്കും നമ്മൾ കാണാൻ പോവുക എന്നാണ് ലെന പറയുന്നത്. ആത്മസാക്ഷാത്കാരം ലെനയുടെ അഭിപ്രായത്തിൽ ശാശ്വതമായ ശാന്തിയുടെ ഒരു അവസ്ഥ മാത്രമാണ്. വ്യക്തി ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതുകൊണ്ടൊന്നും ഭഞ്ജിക്കപ്പെടാത്ത ആ ശാന്തിയുടെ അടിയൊഴുക്ക്, അതിന് തടസ്സമായി ഇരിക്കുന്നത് നമ്മളുടെ തന്നെ വ്യക്തിഅഹന്ത, നമ്മളുടെ ഈഗോ പേഴ്സണാലിറ്റിയാണ്. ഞാനെന്നുള്ളൊരു വ്യക്തി നിലനിൽക്കുമ്പോൾ എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഞാനെന്ന വ്യക്തി നിലനിൽക്കുമ്പോൾ എൻ്റെ ഭൂതകാല ചരിത്രത്തിന് പ്രാധാന്യമുണ്ട്. ജീവിതം എന്നോട് എങ്ങനെ പെരുമാറി, നല്ലതും ചീത്തയുമായ എൻ്റെ അനുഭവങ്ങൾ, തുടർന്നുള്ള ജീവിതത്തിന് വേണ്ടുന്ന നമ്മളുടെ കണക്കുകൂട്ടലുകളും പ്ലാനിങ്ങുകളും, അതിനെ തുടർന്നുള്ള ടെൻഷൻ, ആങ്സൈറ്റി, അങ്ങനെ ഭൂതകാലവും ഭാവി കാലവും അതിനോടുള്ളൊരു പറ്റിപ്പിടിക്കൽ ഒരു വ്യക്തിഅഹന്ത നിലനിൽക്കുന്ന കാലത്തോളം ഉണ്ടായിരിക്കും. പക്ഷെ ഞാനെന്നുള്ളൊരു വ്യക്തിയെ ഇല്ല എങ്കിൽ പിന്നെ ഈ നിമിഷത്തിൻ്റെ ആ ബോധത്തിൻ്റെ ഉണർവ് മാത്രമേ ഉള്ളൂ. ഈ നിമിഷത്തിൻ്റെ ബോധത്തിൻ്റെ ഉണർവിൽ എന്താണോ സംഭവിക്കുന്നത് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക ബോധത്തോടു കൂടി. ചിന്തകൾ കൊണ്ട് പൊല്യൂട്ടഡ് ആകാതെ ബോധപൂർണിമയിൽ ആ ഓരോ നിമിഷവും ലഭിക്കുന്ന എക്സ്പീരിയൻസിനെ എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെയുള്ളൊരു യാത്രയാണ് എൻലൈറ്റൻമെൻറ്റിൻ്റെ ശേഷമുള്ള നമ്മളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരം നേടുന്നതിന് രണ്ട് കാര്യങ്ങളെ ആവശ്യമുള്ളൂ എന്നാണ് ലെന പറയുന്നത്. അത് ഒന്നാമതായി, ഈ ആത്മസാക്ഷാത്കാരം എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള ഉറച്ച ബോധ്യം. രണ്ടാമതായി, എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ പ്രഥമ പരിഗണന കൊടുക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിനാണ് എന്നുള്ള ദൃഢനിശ്ചയം.
ഈ രണ്ട് കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും ആ വ്യക്തിക്ക് ഈ സാക്ഷാത്കാര നില പ്രാപിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ലെന അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷനെ കുറിച്ചെല്ലാം ലെന ഇതിൽ പറയുന്നുണ്ട്. അതായത് ഒന്നാമതായിട്ടുള്ള നമ്മളുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഞാൻ ഈ ശരീരമാണ് എന്ന് പറയുമ്പം ഈ ശരീരത്തിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്ന ഞാൻ ആരാണ് എന്നതിലേക്ക് ശ്രദ്ധ പോകണം എന്ന് ലെന പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് ഐഡൻറ്റിഫിക്കേഷനാണ് ഞാൻ ഈ മനസ്സാണ്. എൻ്റെ മനസ്സ് എന്ന് പറയുമ്പം ഈ എൻ്റെ മനസ്സിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്ന ഞാൻ ആരാണ് എന്നതിലേക്ക് ശ്രദ്ധ പോകട്ടെ. അപ്പോൾ ശ്രദ്ധ ബാഹ്യോന്മുഖമായിരിക്കുന്ന ശ്രദ്ധയെ ആന്തരിക ഉന്മുഖമാക്കി കഴിയുമ്പോൾ ലഭിക്കുന്ന ഒരു തിരിച്ചറിവാണ് ഈ ആത്മീയ യാത്രയുടെ തുടക്കമെന്ന് ലെന പറയുന്നു. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്. അത് ഈ ശ്രദ്ധയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒന്നാമതായിട്ട് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ഐഡൻറ്റിഫിക്കേഷനിൽ ജീവിക്കുമ്പോൾ നമ്മളൊരു വിക്ടിം മെൻറ്റാലിറ്റിയിലോട്ട് പോകുന്ന കാര്യം ഈ ബുക്കിൽ പറയുന്നു. ഞാനൊരു ഇരയായി തീർന്നിരിക്കുന്നു, എന്നോട് അന്യായമായി പെരുമാറിയതിന് ഞാൻ ജീവിതത്തെ പഴിക്കുന്നു, എൻ്റെ മെമ്മറികളിൽ ആളുകൾ എന്നോട് മോശമായി പെരുമാറിയത്, ഞാൻ എടുത്ത ചില അബദ്ധ തീരുമാനങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള അനന്തരഫലങ്ങൾ, അതിനെ തുടർന്നുള്ള പശ്ചാത്താപങ്ങൾ, അങ്ങനെ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലായിരിക്കും ആ ബോഡിയുമായിട്ട് താതാത്മ്യപ്പെട്ട അവസ്ഥയിലുള്ള ഒരു വ്യക്തി ജീവിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഞാനെൻ്റെ മൈൻഡാണ് എന്ന് ചിന്തിക്കുമ്പം അവിടെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ. ഞാനാണ് എൻ്റെ ജീവിതത്തെ തീരുമാനിക്കുന്നത്, എൻ്റെ മനസ്സിലെടുക്കുന്ന തീരുമാനങ്ങൾ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള ഒരു ധാരണ, അതിൻ്റെ ഒരു പോസിറ്റീവ് തലം പോലെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ വരുന്നത്. പക്ഷെ അവർ ലോ ഓഫ് അട്രാക്ഷനെ എല്ലാം തള്ളിക്കളയുന്നുണ്ട്. കാരണം ലെന ചോദിക്കുന്നത്, നമ്മൾ മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ മനസ്സിൽ ഈ ആഗ്രഹം എങ്ങനെ വന്നു? നമ്മൾ ഏതൊരു ബോധപൂർണിമയുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ പിറകിലുള്ള ഈ യൂണിവേഴ്സിൻ്റെ ഒരു ആഗ്രഹമാണ് എന്നിലൂടെ അത് സംഭവിക്കണമെന്നുള്ളത്. അപ്പോൾ ആ യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രചോദനമാണ് നമ്മളിലൂടെ മനസ്സിലൊരു ആഗ്രഹമായിട്ട് നമ്മളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിൽ നിന്ന് വരുന്ന ഒരു കാര്യമല്ല, മറിച്ച് മനസ്സിൻ്റെ അപ്പുറത്തുള്ള ബോധതലത്തിൽ നിന്ന് വരുന്ന ഒരു ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ എന്നാണ് ലെന പറയുന്നത്. അതായത് മനസ്സിന് അവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല. ലൈഫ് ഓൾവേസ് വാണ്ട്സ് ടു ഡു സംതിങ്. ജീവിതത്തിന് എപ്പോഴും നമ്മളിലൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് നമ്മളിൽ ആഗ്രഹങ്ങളായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ ഈ ആഗ്രഹങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ്? ഈ ലൈഫ് ഫോഴ്സ് എനർജി, അല്ലെങ്കിൽ ഈ ലൈഫ് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ പറയാം ഇനി. അത് ഞാൻ ഉപകരണമാണ്, ഞാനൊരു ടൂളാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ശരീരവും മനസ്സുമല്ല, ഞാനൊരു ഉപകരണമാണ്. മീൻസ് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെയോ ഒരു ഡിവൈൻ ഫോഴ്സിൻ്റെയോ ഒരു ടൂള് മാത്രമാണ് ഞാൻ എന്നുള്ളൊരു വിശ്വാസം അടുത്ത സ്റ്റേജ് ഓഫ് ഐഡൻറ്റിഫിക്കേഷനായിട്ട് ലെന പറയുന്നത്. നാലാമത്തെ സ്റ്റേജ് ഓഫ് ഐഡൻറ്റിഫിക്കേഷനാണ് സെൽഫ് റിയലൈസേഷൻ്റെ, അതായത് അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ ഈശ്വരീയ ചൈതന്യമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. പക്ഷെ അവിടം കൊണ്ടും യാത്ര അവസാനിക്കുന്നില്ല. ആ സെൽഫ് റിയലൈസേഷൻ കഴിഞ്ഞിട്ടൊരു സെൽഫ് ആക്ച്വലൈസേഷൻ പ്രോസസ്സിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. നെവർ എൻഡിങ് പ്രോസസ്സാണത് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. സെൽഫ് റിയലൈസേഷനിലോടുകൂടി നമ്മളുടെ ആത്മീയയാത്ര അവസാനിക്കുന്നില്ല എന്നുള്ള കാര്യം ലെന വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ ബുക്കിൽ പറയുന്നുണ്ട്. ആ അഞ്ചാമത്തെ സ്റ്റേജ്, വി ആർ ജസ്റ്റ് പ്യുവർ കോൺഷ്യസ്നസ്, ഞാനാണ് ബ്രഹ്മം എന്നതിൽ നിന്ന് എല്ലാം ബ്രഹ്മമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക്, അതൊരു ഓൺഗോയിങ് പ്രോസസ്സായിട്ട് ലെന ഈ ബുക്കിൽ പറയുന്നുണ്ട്. ബോധം സദാ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും പൂർണ്ണമാണ്. സദാ വികസിച്ചുകൊണ്ടിരിക്കുന്ന ബോധത്തിൻ്റെ അകത്തെ കുറെ കൂടി വിശാലമായ പൂർണ്ണതയുടെ അവിഭാജ്യ ഭാഗവുമാണ് നമ്മൾ. ഇങ്ങനെയാണ് ലെന പറയുന്നത്. സദാ വികസിച്ചുകൊണ്ടിരിക്കുന്ന കോൺഷ്യസ്നസ്, ഇതിനൊരു നെവർ എൻഡിങ് പ്രോസസ്,
ചക്രവാളത്തിന് ഒരു അതിർത്തി ഇല്ലെന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു ചക്രവാളത്തിലേക്ക് ലക്ഷ്യമിട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും ആ ചക്രവാളം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരിക്കും. അതായത് നെവർ എൻഡിങ് ആയിട്ട് ഈ മുഴു പ്രപഞ്ചവും ഇങ്ങനെ ബോധപൂർണിമയുടെ വികാസത്തിലാണ്, നെവർ എൻഡിങ്, ഇൻഫിനിറ്റിയാണ് ഇതിൻ്റെ പോക്ക്. അപ്പോൾ ഈ എൻലൈറ്റൻമെൻറ്റിൻ്റെ സെൽഫ് റിയലൈസേഷന് ശേഷമുള്ള നമ്മളുടെ യാത്ര, ഈ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ സദാ വികസിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന, പൂർണ്ണതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയാണെന്ന് ലെന പറയുന്നു. ലൈഫിന് അവസാനമില്ല, ലൈഫ് ഇങ്ങനെ അനുസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബുക്കിൽ പറയുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും സ്പിരിച്വാലിറ്റി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ബുക്ക് വാങ്ങി വായിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ആന്തരികവും ബാഹ്യവുമായ നിയന്ത്രണങ്ങൾ താനേ നടന്നുകൊള്ളും. മനസ്സിൻ്റെ ജോലികളെല്ലാം ബോധം ഏറ്റെടുക്കുന്നു. ശ്വാസോച്ഛ്വാസവും ഹൃദയത്തിൻ്റെ പ്രവർത്തനം പോലുള്ള ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം മനസ്സിൻ്റെ നിയന്ത്രണം കൂടാതെ ഓട്ടോണമസ് നാഡീവ്യവസ്ഥ കൃത്യമായി പരിപാലിക്കുന്നത് പോലെ യാഥാർത്ഥീകരണം നടന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പഴയ ദൈക്ഷണിക പ്രവർത്തനങ്ങളെല്ലാം സ്വയം നിയന്ത്രിതമായി തീരുന്നു. സകല വിഷമതകളുടെയും ഹേതു ചിന്തിക്കുന്ന മനസ്സായിരിക്കുന്നു. ജീവൻ സ്വയം ജീവിച്ചുകൊള്ളും. അവസാനം എല്ലാം അർത്ഥമുള്ളതായി തീരുന്നില്ല എങ്കിൽ അത് അവസാനമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലെന ഈ ബുക്ക് അവസാനിപ്പിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.